ഹലോ എവ്രി വൺ, ന്യൂ വീഡിയോയാണ്. ഇപ്പോൾ നമ്മൾ CMA ഇൻ ദ ഡിസംബർ 2024 എക്സാംസ് എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 26 ഡേയ്സിൻ്റെ സ്ട്രാറ്റജി ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ തന്നെ. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അത് കണ്ടു വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ 26 ഡേയ്സ് ഉണ്ടായിരുന്നില്ല, 22 മുതൽ 23 ഡേയ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവരത് കണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അവരോട് പറഞ്ഞു, ഇനി ഇത്ര ദിവസമല്ലേ ഉള്ളൂ, അപ്പോൾ എങ്ങനെ 26 ഡേയ്സ് പഠിക്കാൻ പറ്റുക, ഒരു റിന്യൂ ചെയ്തൊരു പുതിയ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 20 ഡേയ്സിൻ്റെയോ 18 ഡേയ്സിൻ്റെയോ ഒക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു മിനിമം 25 ഡേയ്സെങ്കിലും കൊടുക്കാണ്ട് എങ്ങനെയാണ് നമ്മൾ ഒരു എക്സാമിലേക്ക് ഇത് ചെയ്യുക. അതുകൊണ്ട് ഞാൻ നോക്കാനേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം അതിൽ കുറച്ചൊരു സ്ട്രാറ്റജി എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ അതിന് ശേഷം അന്ന് ആ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ടോപ്പിക് വൈസ്, അതായത് ഓരോ സബ്ജക്റ്റിനും ടോപ്പിക്സ് എത്ര സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ 75 to 80% ഓഫ് സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, 8 സബ്ജക്ട്സിനും വേണ്ടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ട്. ഞാൻ ആദ്യത്തെ ബിസിനസ് ലോ എന്ന് പറയുന്ന വീഡിയോ ഇട്ടപ്പോൾ 2 പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അക്കൗണ്ട്സ് തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് പേരെന്നോട് ചോദിച്ചു. 2-3 വീഡിയോസ് അധികം അങ്ങനെ ആരും നോക്കിയിട്ടില്ല. അല്ലാണ്ട് ഒരുവിധം എല്ലാവരും ചോദിക്കുന്നുണ്ട്, എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്, എങ്ങനെയാണ്, അതുപോലെ തന്നെ ഞാൻ അതിൽ പറഞ്ഞിട്ട് നോട്ട്സ് തരാമെന്നോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇൻഷുറൻസിൻ്റെ സ്റ്റെപ്സ് തരാമെന്ന് പറഞ്ഞിരുന്നു, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് തിയറി, ഡിസിഷൻ തിയറിയുടെ ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നു, അതുപോലെ ടാക്സിനകത്ത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ സബ്ജക്ട്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് വന്ന് ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു ആൾ എന്നോട് വേറൊരു കോർപ്പറേറ്റ് അക്കൗണ്ട്സിൽ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അതങ്ങനെ ഒത്തിരി പേര് വന്ന് മെസ്സേജ് അയച്ചു. അപ്പോൾ എനിക്ക് നല്ല ഹാപ്പിയായി, കാരണം അവർ ആ വീഡിയോ കണ്ടു, അവർക്കത് യൂസ്ഫുള്ളാണ്, അത് ഹെൽപ്ഫുള്ളാണെന്ന് ഒരുപാട് പേര് എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ശരിക്കും ഞാൻ അത്രയും ഒരു ഇത് കിട്ടുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മളത് ഇത്രയും എഫേർട്ട് ഇട്ടതിന്, ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതിന് എനിക്ക് എങ്ങനെ പോലെ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് അതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാൻ തന്നെ എനിക്കൊരു 1.5 hour 2 hours ഒക്കെ അടുപ്പിച്ച് എനിക്ക് വേണമായിരുന്നു ഒരു സബ്ജക്റ്റിന്. അപ്പോൾ ഞാൻ ഈ 8 സബ്ജക്റ്റിനും ചെയ്തപ്പോൾ എനിക്ക് അത്രയും സമയം അതിന് വേണ്ടിയിട്ടാണ്. അതും ഡെയിലി അങ്ങനെ അത്രയും സമയം അതിലിരിക്കുക, പിന്നെ ഇത് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു. എങ്കിൽ പോലും എനിക്കത് ചെയ്യണം എന്ന് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ദിവസം ഒരു സ്ട്രാറ്റജിയുടെ വീഡിയോ ഇട്ടപ്പോൾ 75 to 80% എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് 2 പേര് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞത്, എങ്ങനെയാണ് ടോപ്പിക്സ് എടുക്കേണ്ടത്, ആകെ കൺഫ്യൂസിങ് ആണ്, ഒന്നെടുക്കുമ്പോൾ ഒന്ന് പറ്റുമോ, അങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി, ഇതിനി ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്ക് പറയുന്നതിനേക്കാളും ഒരു വീഡിയോ ചെയ്തിട്ട് മേ ബി അത് യൂസ്ഫുൾ ആകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ 20 ഡേയ്സ് സ്ട്രാറ്റജിയുടെ വീഡിയോ ആണ്. നമുക്കിനി കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യും. നമുക്ക് നാളെ മുതൽ എക്സാമിൻ്റെ തലേന്ന് വരെ ഇനി കറക്റ്റായിട്ടൊരു 20 ഡേയ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 20 ദിവസം പഠിച്ചാൽ എങ്ങനെ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഈ ഇൻഡിവിജ്വലി ഇങ്ങനെ വന്ന് എങ്ങനെയാണ് ടോപ്പിക്സ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴും അവരെന്നോട് പറഞ്ഞൊരു കൺസേൺ എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ ടോപ്പിക്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് എക്സാമിന് ഇത്ര ക്വസ്റ്റ്യൻസ്, ഇപ്പം 7-ൽ 4 അല്ലെങ്കിൽ 5 ചൂസ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനില്ല. ചിലപ്പോൾ നമ്മൾ പഠിച്ചത് ചിലപ്പോൾ സ്പ്ലിറ്റായിട്ട് കിടക്കുമായിരിക്കും. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പേപ്പർ എടുക്കുമ്പോഴും അത്രയും അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. അതായത് ഇപ്പം ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് 60+ എത്താം. അപ്പോൾ അതിൽ ഏതൊക്കെയോ ഞാൻ 2-3 എണ്ണത്തിന് 2 മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് അത് അറിയുന്നവർ മാത്രമേ ഉണ്ടാവും. അത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം തന്നെ എന്നോട് 2-3 പേര് വന്നപ്പോൾ ടാക്സിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് 2 മെത്തേഡാണ് ഞാൻ അതിൽ പറഞ്ഞത്. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് വന്ന് മെസ്സേജ് അയച്ചു, എന്താണ് ഡയറക്റ്റ് ടാക്സ് ഓക്കെയാണ്, IDT അറിയില്ല, പറയുന്ന IDTയിൽ ഇത്രയും കവർ ചെയ്യാൻ പറ്റത്തില്ല, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. അതുപോലെ തന്നെ IDT നന്നായിട്ട് അറിയാം, എനിക്ക് DTയിൽ ഏതൊക്കെ നോക്കണം, ഇത്രയും നോക്കാനുള്ള ടൈമില്ല, അങ്ങനെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന ഹെൽപ്പും അതുപോലെ തന്നെ നോട്ട്സ് കൊടുക്കുന്നതായാലും ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായാലും, എനിക്കറിയാത്ത ഡൗട്ട് ഞാൻ എന്നെ പഠിപ്പിച്ച ഫാക്കൽറ്റീസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അല്ലാണ്ട് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തരുന്ന ഫാക്കൽറ്റീസിൻ്റെ നമ്പർ അവരിൽ നിന്ന് വാങ്ങി ഞാൻ മെസ്സേജ് അയച്ച് അതിൻ്റെ ആൻസർ ക്ലിയർ ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന മാക്സിമം ഹെൽപ്പ് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എനിക്കും എക്സാംസ് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്കും പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഏതെങ്കിലും മാക്സിമം ഞാൻ കാണുമ്പോൾ തന്നെ റിപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക്
എനിക്ക് ഈ ഒരു 20 ഡേയ്സ് സ്ട്രാറ്റജിയുടെ വീഡിയോ ചെയ്യണം എന്നുള്ള ശരിക്കുള്ളൊരിത് വന്നത് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചവരുടെ കൺസേൺസ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്ന് കരുതിയത്. പിന്നെ ഇതിൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവരെ സംബന്ധിച്ച് ഈ 20 ഡേയ്സ് ഒരിക്കലും നമുക്ക് സഫീഷ്യൻ്റ് അല്ല, നമ്മുടെ പ്രിപ്പറേഷൻസ് ഫുള്ളായിട്ട് തീർക്കാൻ സഫീഷ്യൻ്റ് അല്ല. അതുപോലെ തന്നെ എനിക്ക് മെയിനായിട്ടൊരു കാര്യം പറയാനേ, കഴിഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ 100% സിലബസിൽ നിന്ന് എൻ്റയർ ടോപ്പിക്കിൽ നിന്ന് ഒരു 75 to 80% സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ 100% എടുത്തിട്ടില്ല, നമ്മൾ പല ചാപ്റ്റേഴ്സും സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് പലത് സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് വെയിറ്റേജ് ഇല്ല എന്നാൽ നമുക്ക് നല്ല അത്യാവശ്യം എളുപ്പം പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സുകളാണ് നമ്മൾ ചൂസ് ചെയ്ത് ഓരോ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്തത് അല്ലേ. അപ്പോൾ ഞാൻ അത് ഓൾറെഡി എല്ലാ വീഡിയോയിലും പറയും, നമ്മളിത് സെലക്റ്റഡ് ടോപ്പിക്സ് ആണ്, ഇനി നിങ്ങൾ ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യരുതേ എന്ന് ഞാൻ ഒരുപാട് മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു മിക്ക പേരും ഇങ്ങനെ വന്നിട്ട് വാട്സാപ്പിലും അല്ലെങ്കിൽ കമൻസിലും ഒക്കെ ആയിട്ടായാലും ചോദിക്കുന്നുണ്ട്, എടാ നമുക്ക് ഈ ഇന്ന ടോപ്പിക്സ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ എടാ ഈ ടോപ്പിക്സ് ഭയങ്കര നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതൊന്ന് സ്കിപ്പ് ചെയ്യട്ടെ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പറയുന്നത് എടാ 60 മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം, അല്ലെ അതിന് വേണ്ടിയിട്ട് മാക്സിമം ഒരു ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, എനിക്ക് ജസ്റ്റ് പാസ് മതി, എനിക്ക് ഇത്രയും പഠിക്കാൻ വയ്യ അങ്ങനെ, അല്ലെങ്കിൽ ഐ മീൻ നിങ്ങൾക്ക് അത്രയും ആ ഒരു ഇപ്പം എനിക്ക് 60+ ഇതിന് വേണ്ട, എൻ്റെ കോർ പേപ്പർ വേറെയുണ്ട്, അപ്പോൾ അത് ഫോക്കസ് ചെയ്തിട്ട് ഇതിലെനിക്ക് 60+ വേണ്ട, ഇതിൽ നിന്ന് ജസ്റ്റ് 2 സ്കിപ്പ് ചെയ്യാമെന്നോ, അങ്ങനെ നിങ്ങൾക്കൊരു ഐഡിയൽ പ്ലാൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ ചെയ്തോളൂ. പ്ലാൻ ചെയ്യാണ്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാരണം ഇപ്പം നമ്മൾ എല്ലാ സബ്ജക്റ്റും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നമ്മളെല്ലാത്തിനും അങ്ങനെ ഒരു പ്രിഫറൻസ് സെറ്റ് ചെയ്യണം. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ കോർ പേപ്പേഴ്സ് കാണുമല്ലോ, ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് ചിലർക്ക് കോർ പേപ്പേഴ്സ് പോസ്റ്റ് അക്കൗണ്ടിങ്ങും ലോയും ഒക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിലുള്ള സബ്ജക്ട്സ് ക്ലിയർ ആയിരിക്കണം. എന്നിട്ട് ബാക്കി റിമൈനിങ് സബ്ജക്ട്സിനകത്ത് നിങ്ങൾക്ക് 1 or 2 സ്കിപ്പ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ എന്നോട് ഒരുപാട് 2-3 പേര് ഹെഡ്സ് ഓഫ് ഇൻകത്തിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് പറഞ്ഞത് എല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ്. 2 മെത്തേഡിലും ഞാൻ പറഞ്ഞത് അത് നോക്കാതെ വിടരുത് എന്നാണ് പറഞ്ഞത്. ബിക്കോസ് ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി സാലറിയും HPയും 2 അറ്റംപ്റ്റിലുണ്ട്, IFOSും 3 അറ്റംപ്റ്റിലും ഇത് 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ് ഒരു അറ്റംപ്റ്റിൽ PGBP ഇല്ലായിരുന്നു, ബാക്കി 2-ലുണ്ടായിരുന്നു. അതുപോലെ ഒരു അറ്റംപ്റ്റിൽ ക്യാപിറ്റൽ ഗെയിൻ ഇല്ലായിരുന്നു ബാക്കി. അപ്പം അങ്ങനെ എനിക്കത് അനലൈസ് ചെയ്തതിൻ്റെ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിനകത്ത് പിന്നെ സെലക്ഷൻ ചെയ്യുന്നതിനെ പറ്റി ഞാൻ യൂഷ്വലി പ്രിഫർ ചെയ്യില്ല. പക്ഷെ നിങ്ങൾക്ക് ഓൺ റിസ്കിൽ വേണമെങ്കിൽ എനിക്കിപ്പോൾ ഇന്ന ചാപ്റ്റേഴ്സ് വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് വേറെ കോർ പേപ്പേഴ്സ് കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യുക, അങ്ങനെ ആ രീതിക്ക് വേണമെങ്കിൽ ഐഡിയലായിട്ട് പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ പറഞ്ഞതാണ്. കാരണം ഒത്തിരി പേര് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഒരുപാട് പേർക്ക് വോയിസ് മെസ്സേജും റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇടയിൽ നമ്മൾ ഓൾറെഡി സെലക്റ്റഡ് ആണ്, ഇതിനകത്ത് വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മാർക്കിനെ ബാധിക്കും. കാരണം നമ്മൾ ഒരു എക്സാം ഒരു 100 മാർക്കിന് എനിക്ക് ഇപ്പോഴും എല്ലാ ഫാക്കൽറ്റീസും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ മാക്സിമം ഈ 3 hours 100 മാർക്കും ഫുള്ളായിട്ട്, നമുക്ക് ഫുൾ അറിയണം എന്നൊന്നുമില്ല എങ്കിൽ പോലും അറിയുന്ന നമ്മൾ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് 100 മാർക്കിനും അറ്റൻഡ് ചെയ്തിരിക്കണം, ഷുവറായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം, നമ്മൾ ഉറപ്പ് വരുത്തണം, എന്നിട്ടേ അവിടെ നിന്ന് ഇറങ്ങാവൂ എന്ന് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് മാത്രമല്ല, ഒരു ഹോൾ ക്ലാസ്സിനോട് തന്നെ കൊടുത്തതൊരു കോമൺ അഡ്വൈസാണ്. അപ്പോൾ എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് മാർക്ക് സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പം നമ്മൾ ഫുള്ള് ഒരു 100 മാർക്സിന് എഴുതിയിട്ടുണ്ടെങ്കിൽ 40 മാർക്സ് എന്ന് പറയുന്നതിൻ്റെ ചിലപ്പോൾ അത് കിട്ടും, അതിൽ കുറച്ച് അടുത്തൊക്കെ നമുക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഫുള്ളായിട്ട് പഠിക്കുന്നവർക്ക് സീനില്ല, ഒരു ജസ്റ്റ് ഒരു പകുതിയിൽ നിൽക്കുന്നവർക്ക് 100 മാർക്സിനും അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 40 to 50 ഇടയിൽ വാങ്ങിക്കാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് മാക്സിമം അങ്ങനെ ചെയ്യണമെന്ന് ഫാക്കൽറ്റീസ് പറയുന്നത്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞത് 75 to 80% ഓഫ് ദ സിലബസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു 75 മാർക്സിന് അല്ലെങ്കിൽ ഒരു 75 മാർക്സിന് വന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ 75 മാർക്കിന് എക്സാം എഴുതുമ്പോൾ നമുക്ക് 60 കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ 75ഉം ക്ലിയർ ആയിട്ട് പഠിക്കണ്ടേ അല്ലേ? നമ്മൾ അതിനകത്ത് പിന്നെ സെലക്ഷൻ ചെയ്യുമ്പോൾ ഈ 75% എന്നുള്ളത് കുറഞ്ഞല്ലേ വരിക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ 75 മാർക്കിന് എഴുതിയാൽ മാത്രമേ നമുക്ക് 40ഉം 50ഉം ഒക്കെ കിട്ടത്തുള്ളൂ. നമുക്കറിയാമല്ലോ നമ്മുടെ ഒരു എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ജസ്റ്റ് അതിനെപ്പറ്റി ഇപ്പം നമ്മളൊരു ടോപ്പിക്ക് കിട്ടി അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് എഴുതി അങ്ങനെ നമുക്ക് മാർക്ക് കിട്ടില്ല. കറക്റ്റ് നമ്മൾ എഴുതേണ്ട സാധനം അവിടെ എഴുതി കൊടുത്താൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മൾ 75 മാർക്കിന് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു 50 to 60 റേഞ്ചിൽ കിട്ടത്തുള്ളൂ.
അപ്പോൾ ഞാനിതിൽ 60+ എന്ന് പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ് ഷുവറായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ടോപ്പിക്സ് തീർത്തവർക്കാണ് ഞാൻ 60+ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തീർക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം, പക്ഷെ നമ്മൾ ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത് തെറ്റ് പറ്റിയ അങ്ങനെയൊക്കെ വരാം. ഓക്കെ, അതൊന്നും ഇഷ്യൂ ഇല്ല. അപ്പോൾ എങ്ങനെ ആയാലും ഫെയിൽ ആവാണ്ട് 40 മാർക്സ് ഷുവർ കിട്ടണം, അതിൽ നമ്മൾ സേഫ് ആയിരിക്കണം. പ്ലസ് നമുക്ക് നല്ല 50 to 60 ഇടയിൽ കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു 75 മാർക്കിൻ്റെ ചൂസ് ചെയ്ത് അതിന് രീതിക്ക് ഞാൻ ഈ ടോപ്പിക്സ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഷുവറായിട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ലെവൽ കുറയ്ക്കാം, പക്ഷെ നിങ്ങൾ എടുക്കുന്ന ടോപ്പിക്കിൽ ക്ലിയർ ആയിരിക്കും. അത് ഓൺ റിസ്കിൽ ചെയ്യാൻ ഞാനത് യൂഷ്വലി പ്രിഫർ ചെയ്യില്ല കേട്ടോ. പിന്നെ അപ്പോൾ അങ്ങനെ പൊതുവിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കത് നിങ്ങൾ ഒന്ന് ഒരു ഐഡിയലായിട്ടൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് കോർ ഉണ്ടെങ്കിൽ, കോർ സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്തിട്ട് ഇതിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഇത് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് വരികയാണ്. നമ്മൾ 20 ഡേയ്സിൻ്റെ സ്ട്രാറ്റജിയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, നമ്മൾ 20 ഡേയ്സ് സ്ട്രാറ്റജി എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, നമ്മുടെ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവരെ സംബന്ധിച്ച് നമുക്ക് 20 ഡേയ്സിനകത്ത് ആകെ കിട്ടുന്നത് 2 റിവിഷൻ പീരീഡ് മാത്രമാണ്. 8 ഡേയ്സുള്ള 2 റിവിഷൻ പീരീഡും പിന്നെ ഒരു 4 ഡേയ്സുമാണ് കിട്ടുന്നത് അല്ലേ. പക്ഷെ നമ്മുടെ സിംഗിൾ ഗ്രൂപ്പ് എഴുതുന്നവരെ സംബന്ധിച്ച് അവർക്ക് 5 ഡേയ്സ് ഒരു ഇതിന് കിട്ടുന്നുണ്ട്, ഒരു റിവിഷൻ പീരീഡ് അല്ലെങ്കിൽ ഒരു 4 സബ്ജക്ട്സിന് അവർക്ക് 5 ഡേയ്സ് കിട്ടും. മനസ്സിലായില്ല? അതായത് അവർക്ക് 5 തവണ റിവൈസ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് 5 പറഞ്ഞു നിങ്ങൾ വിചാരിക്കില്ലേ അവർക്ക് വേണമെങ്കിലും 8 എന്നിട്ട് അങ്ങനെയല്ല, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മൾ ബോത്ത് ഗ്രൂപ്പുകാരെ സംബന്ധിച്ച് ബോത്ത് ഗ്രൂപ്പുകാരെ സംബന്ധിച്ച് നമുക്ക് 8 ഡേയ്സ് ഫോർ ഫസ്റ്റ് റിവിഷൻ പീരീഡ് ആൻഡ് 8 ഡേയ്സ് ഫോർ സെക്കൻഡ് റിവിഷൻ പീരീഡ്, പിന്നെ വരുന്നത് ഒരു 4 ഡേയ്സ് ആണ് റിമൈനിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ 8 ഇടില്ല, കാരണം നമുക്ക് 8 സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ചില സബ്ജക്റ്റ് 1 ഡേ കൊണ്ട് തീർക്കാൻ പറ്റും, ലൈക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതുപോലെ ഇപ്പോൾ ലോ ഒക്കെ ചിലർക്ക് ടൈം എടുക്കും, അപ്പോൾ അങ്ങനെ വരും. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 1 ഡേ കൊണ്ട് തീരും മാക്സിമം. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ 1 ഡേ കൊണ്ട് തീരും. പിന്നെ ചിലത് ഇപ്പോൾ ടാക്സേഷൻ ഒന്നും 1 ഡേ കൊണ്ട് തീരത്തില്ല, ഒരു 2 ഡേ എന്തായാലും എടുക്കും. അപ്പോൾ അങ്ങനെ. പിന്നെ അതുപോലെ OMSM 1 ഡേ കൊണ്ട് തീരും. ഞാൻ പറഞ്ഞ സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിലേതെങ്കിലും ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് 1 ഡേ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, കാരണം SM ചെറുതാണ്. പിന്നെ അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റിനെ സംബന്ധിച്ച് നമുക്കൊരു 1.5 ഡേ ഒക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ ടൈമിനെ അറേഞ്ച് ചെയ്യേണ്ടത്. ഞാൻ മറ്റേ സ്ട്രാറ്റജിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 hours നിർബന്ധമായിട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ടൈം സ്ട്രക്ചർ നിങ്ങളാണ് സെറ്റ് ചെയ്യേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നാളെ 20th ആണ് അല്ലേ. അപ്പോൾ നാളെ 20th നവംബർ 20th മുതൽ 20, 21, 22, 23, 24, 25, 26, 27, 28. ഓക്കെ, നവംബർ 28 എത്ര ഡേയ്സ് ഉണ്ട്? 9 ഡേയ്സ് ഉണ്ട്. ഈ 9 ഡേയ്സാണ് ബോത്ത് ഗ്രൂപ്പുകാരെ സംബന്ധിച്ച് ഫസ്റ്റ് റിവിഷൻ പീരീഡ് എന്ന് പറയുന്നത് ഇതാണ്. ഈ 9 ഡേയ്സിൽ മാക്സിമം കവർ ചെയ്യുക. പിന്നെ ഇതിലെനിക്കറിയാം, കാരണം പലതും നമുക്ക് തീരത്തില്ല, ചിലതൊക്കെ സ്കിപ്പ് ചെയ്യേണ്ട ചിലതൊക്കെ നമുക്ക് പഠിക്കാൻ, അത് നോട്ട് ചെയ്തിടുക കേട്ടോ. ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാതെ മാക്സിമം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ബാക്കി പറ്റാത്തതൊരു പേപ്പറിലോ ഒരു സൈഡിലോ ഒക്കെ ആയിട്ട് എഴുതിയിടുക ഓരോ സബ്ജക്റ്റ്. അതിനുശേഷം നവംബർ 29 മുതൽ 29, 30, 1, 2, 3, 4, 5, 6, 7 ഡിസംബർ. ഓക്കെ, ഡിസംബർ 7th വരെയാണ് നിങ്ങളുടെ ആ 9 ഡേയ്സാണ് നിങ്ങളുടെ സെക്കൻഡ് റിവിഷൻ പീരീഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് പീരീഡ്. ഈ സെക്കൻഡ് പീരീഡിൽ നിങ്ങൾ ചെയ്യാനുള്ളത് പഠിച്ച പോർഷൻസ് ഒന്നും കൂടി ഉറപ്പ് വരുത്തുക. ഈ പീരീഡിൽ നമ്മൾ ഫസ്റ്റ് പീരീഡിൽ പഠിച്ചതിനെ നന്നായിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം പറ്റാത്ത നമ്മൾ മാറ്റി വെച്ച ടോപ്പിക്കില്ലേ, ആ ടോപ്പിക്കുകളെ എടുത്തിട്ട് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ പഠിക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കിനി റിമൈനിങ് ഉള്ളത് എത്ര ദിവസമാണടാ? 2 ഡേയ്സ് ആണ് ഇനി റിമൈനിങ് ഉള്ളത് അല്ലേ. ഇപ്പോൾ 2 ഡേയ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 8th, 9th ആണുള്ളത്. നമുക്ക് എക്സാം വരുന്നത് 10th നമുക്ക് ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 ദിവസം ഇതിൽ ഈ 8ാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ SM
പഠിച്ച് വെച്ചേക്കുക. അപ്പോൾ ആ മെത്തേഡ് ഏതാണ്, നിങ്ങൾ ഏതാണോ ഫോളോ, ഞാൻ SM ആണ് അതുകൊണ്ടാണ് സോറി SM പറഞ്ഞത്. നിങ്ങൾ ഏത് മെത്തേഡാണോ ഫോളോ ചെയ്യുന്നത് അതിൽ ആ ആൾക്കാർ സെക്കൻഡ് ഗ്രൂപ്പിലെ ഫസ്റ്റ് സബ്ജക്റ്റ് OMSM ഇല്ലേ, അതിൻ്റെ കുറച്ച് പാർട്ട് ഒരു 50% ഈ ഒരു ഡേ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. OMSM ഈ ഡേയുടെ കുറച്ച് പാർട്ടെങ്കിലും ഒരു 50% തീർത്ത് വെച്ചിട്ട് ഈ ദിവസം പകുതി മുതൽ ഈ ദിവസം ഫുള്ളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സിന് കൊടുക്കണം. ഓക്കെ, ഞാൻ അങ്ങനെ പറയാൻ കാരണം നമുക്ക് ലോ ആൻഡ് എത്തിക്സ് ഫസ്റ്റ് പേപ്പറാണ്. അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ മാത്രം ആദ്യത്തെ ഡേ നമ്മൾ ഫുള്ളായിട്ട് ഡൗൺ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എൻ്റെ എക്സാമിനെ അത് ബാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് കുറച്ച് എളുപ്പമാണ്, കുറച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു കോൺഫിഡൻസ് ആയി നമുക്ക് ഇനി പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് പേപ്പേഴ്സാണ് ഈ പറഞ്ഞ ബിസിനസ് ലോ എത്തിക്സും OMSM. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് പേപ്പർ ഷുവറായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറഞ്ഞതാണ് ഡിസംബർ 8 ഒരു 50% ഓഫ് OMSM നിങ്ങൾ തീർത്തതിന് ശേഷം അന്ന് ഉച്ച മുതലോ അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു പകുതി മുതൽ 9th ഫുള്ളായിട്ട് നിങ്ങൾ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് നോക്കി ഫസ്റ്റ് 2 ഡേയിലെ പേപ്പേഴ്സിന് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. പിന്നെ നമുക്ക് 6 സബ്ജക്റ്റുകൾ, അപ്പോൾ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു കോൺഫിഡൻസിൻ്റെ കാര്യം മെയിൻ ഇതിൽ ഫോക്കസ് ചെയ്യാൻ കാരണം നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ ഡൗൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എൻ്റെ സബ്ജക്ട്സിനെ ബാധിക്കും. അപ്പോൾ ഫസ്റ്റ് 2 ഡേ നമ്മൾ നമുക്ക് ഓക്കെയാണ്, എക്സാംസൊക്കെ നല്ല എളുപ്പമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കോൺഫിഡൻസിനെ ബൂസ്റ്റാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ശരിക്കും ഞാൻ പറഞ്ഞിട്ടുള്ള ബോത്ത് ഗ്രൂപ്പിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്നാണ് നവംബർ 20th മുതൽ നവംബർ 28th വരെ ഫസ്റ്റ് പീരീഡ് 9 days, പിന്നെ നവംബർ 29 മുതൽ ഡിസംബർ 7th വരെ സെക്കൻഡ് പീരീഡ് 9 days. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുതേ, ഇനി നമുക്ക് ദിവസമില്ല. പിന്നെ ബാക്കി 2 daysലുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. 9 + 9 + 2 ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിലെനിക്ക് ഷുവറായിട്ട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ നിർബന്ധമായി 12 hour പഠിക്കണം. പിന്നെ 1 or 2 hours എക്സ്ട്രാ നിങ്ങൾക്ക് ഇടാൻ പറ്റുമെങ്കിൽ ഇടണം. കാരണം നമുക്കിനി ഡേയ്സ് ഇല്ല. അപ്പം നമ്മൾക്ക് മാക്സിമം ഞാൻ പറയും ഒരു 14 hour. പിന്നെ ചിലർക്ക് കപ്പാസിറ്റി കുറവാണ്, എന്നെപ്പോലെ എനിക്കും 12 hours ഒക്കെ പറ്റും. അപ്പോൾ 12 hours തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഇത്രയും ഇരിക്കുന്നവർ, ചിലർക്ക് അതിൽ കൂടുതൽ ഇരിക്കുന്നവരുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ 12 hours എന്തായാലും ഇരിക്കുക. ബാക്കി 1 to 2 hour നിങ്ങൾ പറ്റുമെങ്കിൽ ഇടുക. ആ 1 to 2 hour ഒരിക്കലും ഫ്രഷ് ടോപ്പിക് എടുത്ത് പഠിക്കരുത്. നമ്മൾ ഓൾറെഡി പഠിച്ച അന്നത്തെ ദിവസം നമ്മൾ പഠിച്ച ഫുള്ളായിട്ടൊന്ന് റിവൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ബോത്ത് ഗ്രൂപ്പിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പം ടാക്സോ അങ്ങനത്തെ ഉള്ള ഡീറ്റെയിൽഡ് സബ്ജക്റ്റ് വരുമെന്ന് വെച്ചിട്ടാണ് ഞാൻ കറക്റ്റ് 8 ഇടാത്തത്. 9 ദിവസം ഇട്ടതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറയുന്നത് നമ്മുടെ സിംഗിൾ ഗ്രൂപ്പിനെ സംബന്ധിച്ച്. സിംഗിൾ ഗ്രൂപ്പുകാർക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ്. അവർക്കും എന്താണ് 4 പേപ്പേഴ്സ് ഉണ്ട്, അവർക്ക് 20 days ഉണ്ട് അല്ലേ. നമുക്ക് 4 പേപ്പേഴ്സ് ഉണ്ട്, 20 days ഉണ്ട്. അപ്പോൾ അവർക്ക് ശരിക്കും 5 പീരീഡ് കിട്ടുന്നുണ്ട് അല്ലേ, 5 പീരീഡ് കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും 5 പീരീഡ് എന്നുള്ളത് എടുക്കുന്നില്ല. ഞാൻ പറയുന്നു, നിങ്ങൾ 6 days ഉള്ള 3 സ്ട്രാറ്റജീസ് ഉണ്ടാക്കുക. 6 days ഉള്ള 3 സ്ട്രാറ്റജീസ് ഉണ്ടാക്കുക. അതായത് 18 days, 6 days for 1 time റിവിഷൻ. ഫസ്റ്റ് റിവിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നവംബർ 20th സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നവംബർ 20, 21, 22, 23, 24, 25 ആദ്യത്തെ 6 ദിവസം നിങ്ങൾ ഫസ്റ്റ് റിവിഷൻ പീരീഡ് കൊടുക്കണം. ഓക്കെ, നവംബർ 26 മുതൽ 26, 27, 28, 29, 30, 31 31 ഇല്ല, ഡിസംബർ 1 അങ്ങനെ 6 ദിവസം നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പിന് കൊടുക്കണം. സെക്കൻഡ് റിവിഷൻ പീരീഡിന് കൊടുക്കണം. ഡിസംബർ 2 മുതൽ 2, 3, 4, 5, 6, 7 ഡിസംബർ 7 വരെ നിങ്ങൾ തേർഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ പീരീഡിന് കൊടുക്കണം. അങ്ങനെ ഒരു ഗ്രൂപ്പ് എഴുതുന്നവരെ സംബന്ധിച്ച് 3 റിവിഷൻ പീരീഡ് ഷുവറാണ്. ഓക്കെ, 3 റിവിഷൻ പീരീഡ് ഷുവറാണ്. ബാക്കി 2 days എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സബ്ജക്റ്റിന് കൊടുക്കണം. ഫസ്റ്റ് സബ് പ്ലസ് സെക്കൻഡിൻ്റെ 50% കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ചിലർ പറയുന്നുണ്ട് നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പാണ് എഴുതുന്നത്, സെക്കൻഡ് ഗ്രൂപ്പ് മാത്രമാണ് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു ഡേ വിട്ടിട്ടാണല്ലോ, അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു ഡേ എക്സ്ട്രാ കിട്ടുമായിരിക്കും. അതല്ലാണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ല. കാരണം നമുക്ക് മിക്സ് ചെയ്താണ് ഒരു ഇത് വരുന്നത്, അല്ലാതെ 4 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഗ്രൂപ്പിന് 4 അങ്ങനെയല്ലല്ലോ, നമുക്ക് മിക്സ് ചെയ്തല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട്
വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല, ഒരു ഡേ എക്സ്ട്രാ കിട്ടുമായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, അത് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം. ഇതാണ് ശരിക്കും നമ്മൾ ലാസ്റ്റ് 2 ഡേയ്സിൽ ഫസ്റ്റ് സബ്ജക്റ്റും മറ്റേ സെക്കൻഡ് സബ്ജക്റ്റിൻ്റെ ഒരു 50% തീർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഞാൻ നിർബന്ധം പറയുന്നത് 2 ആൾക്കാരും 12 hours വെച്ച് പഠിക്കുക. എക്സ്ട്രാ 2 hours ഇടാൻ പറ്റുമെങ്കിൽ അത് യൂസ്ഫുൾ ആണ്. കാരണം നിങ്ങൾ അന്നത്തെ ദിവസം എക്സ്ട്രാ ഒന്നും എടുക്കണ്ട, എക്സ്ട്രാ ഫ്രഷ് ടോപ്പിക്കും എടുക്കണ്ട. അന്നത്തെ ദിവസം പഠിച്ചത് ഫുൾ ആ ഒരു 2 hours ഒന്ന് റിവൈസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ഒരു കൂൾ എഫക്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു പീരീഡിൽ, ഈ ഒരു 20 ഡേയ്സിന് പുറത്തോട്ടുള്ള പോക്കുകൾ, ഫ്രണ്ട്സിനോടുള്ള പോക്കുകൾ, ഡിസ്ട്രാക്ഷൻസിലോട്ടുള്ള പോക്കുകൾ എല്ലാം നിർത്തിയിട്ട് ഫുൾ ഫോക്കസ് ഇതിൽ കൊടുക്കുക. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്കിനി ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റില്ലടാ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാം ഇപ്പോൾ ഫങ്ഷൻസോ പാർട്ടീസോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് പോകുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോണിൽ കൂടുതൽ ടൈം നിൽക്കുന്നതോ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം കൂടുതൽ ഫോക്കസ് ഇതിൽ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരുപാട് പേര് എനിക്ക് ഭയങ്കര ഡൗൺ ആയിട്ടൊക്കെ മെസ്സേജ് അയച്ചു, എനിക്ക് അതറിയില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അവർക്ക് മാക്സിമം അവർക്ക് വേണ്ട ഒരു മോട്ടിവേഷൻ എന്ന രീതിക്കൊക്കെ അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഡൗൺ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ അത് എന്തെങ്കിലും ക്ലാരിറ്റി വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പർ ഇതാണ്, ഇതിനകത്തേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഓൾറെഡി എല്ലാത്തിലും പറയും, ഞാൻ ടാക്സ്മാൻ ക്രാക്കർ എന്ന് പറയുന്ന ബുക്കാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെയും പറയുകയാണത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കയ്യിലുണ്ടെങ്കിലോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങി ഒക്കെ യൂസ് ചെയ്ത് നോക്കുക. കാരണം പെട്ടെന്ന് ഇത്ര ദിവസം കൊണ്ടൊക്കെ പഠിച്ചു തീർക്കാൻ ഒരു ഹെൽപ്ഫുൾ വേയും കൂടിയാണിത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇതിൽ. ഞാൻ നിർബന്ധം പറയുകയാണ്, എല്ലാവരും 12 hours ഇരിക്കുക, പ്ലസ് 2 hours പറ്റുമെങ്കിൽ നിങ്ങൾ ഇരുന്നോളും. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. നിങ്ങൾ ഈ ഒരു ഡേയ്സ് ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവർ ജസ്റ്റ് ഇതൊന്ന് എഴുതി വെച്ചേക്കുക, സിംഗിൾ ഗ്രൂപ്പ് എഴുതുന്നവർ അങ്ങനെ. ഇത് നിങ്ങൾക്ക് റീഓർഡർ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ, അതിനൊന്നും ഇഷ്യൂ ഇല്ല. എൻ്റെ ഒരു വേയിൽ പറഞ്ഞാണ്, ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ ഓൾറെഡി നമ്മൾ ചാനലിൽ എല്ലാ സബ്ജക്റ്റിനുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അതിനൊന്നും ടൈം പോവില്ല. അത് ഇന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് നാളെ തൊട്ട് തുടങ്ങാൻ പറ്റും. മനസ്സിലായില്ലേ? എല്ലാ സബ്ജക്ട്സിനും വേണ്ടിയിട്ടുള്ള വീഡിയോസും ഏതൊക്കെ ടോപ്പിക്സ് എടുക്കണം എന്തൊക്കെയാണെന്നുള്ള കാര്യം ഡീറ്റെയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് പോയിട്ട് ആ വീഡിയോസ് ഫുള്ള് കാണുക. വീഡിയോ ഫുള്ള് കണ്ട് നിങ്ങളൊരു വേയിൽ കറക്റ്റ് ഒരു ബേസ് ഇന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു പാറ്റേണൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ നാളെ മുതൽ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. എല്ലാം ഓക്കെ ആവും. നമുക്ക് മാക്സിമം നമ്മളൊന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് വരുമ്പോൾ ഇൻ കേസ് ഫെയിൽ ആയാൽ പോലും നമുക്കൊരു എഫക്റ്റ്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടല്ലോ, നമ്മൾ എഫേർട്ട് ഇട്ടല്ലോ, ഇടാണ്ടല്ല നമ്മൾ ഫെയിലായത്, ഇട്ടിട്ടാണ് ഫെയിലായത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് റിലാക്സേഷൻ എനിക്ക് കിട്ടും. ഫെയിൽ ആവും എന്നല്ല ഞാൻ പറഞ്ഞത്, ഇൻ കേസ് അങ്ങനെ നമ്മളൊന്നും ഇടാണ്ട് ഫെയിൽ ആവുന്നതിനേക്കാളും ഒരു എഫേർട്ട് പോലും ഇടാണ്ട് ഫെയിൽ ആവുന്നതിനേക്കാളും എന്തെങ്കിലുമൊക്കെ നമ്മൾ അതിനകത്ത് ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്കൊരു ഇത് കിട്ടും. ഓക്കെ, സക്സസ് ആവും, എല്ലാവർക്കും പാസ്സാവും. നമ്മുടെ കോൺഫിഡൻസ് ഒരിക്കലും കളയരുത്, ഹോപ്പ് കളയരുത്. എപ്പോഴും നമ്മൾ ഓക്കെ ആയിട്ട് നിൽക്കുക. ഒരാൾ നമ്മളടുത്തൊരു ഡൗട്ട് ചോദിച്ചു, നമുക്കത് അപ്പോഴും പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ആ രീതിയിലേക്ക് നമ്മളെ തന്നെ എന്ത് ചെയ്യുക, ഒരു രീതിയിലേക്ക് നമ്മൾ വരണം. പിന്നെ ടെൻഷനൊന്നും വേണ്ട, ഇതൊക്കെ ഓക്കെ എക്സാംസാണ്. ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ കാണില്ല. ഇപ്പോൾ ഞാൻ എല്ലാ എക്സാമിനും ഒറ്റയ്ക്കാണ്, എനിക്ക് ഫ്രണ്ട്സോ അങ്ങനെ ആരുമില്ല. കാരണം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നില്ല. അപ്പോൾ വീട്ടിലിരുന്ന് സെൽഫ് സ്റ്റഡി ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പോകുമ്പോൾ ഫ്രണ്ട്സൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ ശരിക്കും അവിടെ ചെന്ന് ഞാനിപ്പോൾ ഒരു 2 വർഷമൊക്കെ ആയിട്ട് ഈ ഒരു ഇൻ്റർ ലെവലിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും എക്സാംസിന് പോകുമ്പോൾ 6 months കൂടുമ്പോഴല്ലേ നമുക്ക് എക്സാമുള്ളൂ. ഞാൻ അവിടെ പോകുമ്പോൾ ശരിക്കും ഞാൻ എല്ലാവരെയും ഇങ്ങനെ നോക്കാറുണ്ട്. കാരണം എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് പോയില്ല. ഞാൻ ശരിക്കും അവിടെ ചെന്ന പോസ്റ്റ് പോലെയാണ് ഇരിക്കുന്നത് വരെ. അപ്പം നമ്മൾ ഇനിയുള്ള ലൈഫിലുള്ള മൊമെൻറ്റുകൾ നമ്മൾ പാസ്സാകുമ്പോഴുള്ളതും ഒക്കെ ആലോചിച്ചിട്ട് നമ്മൾ ഒരു ഡിസൈഡ് ചെയ്യുക. പിന്നെ നിങ്ങളോട് പറയുന്നത് കോൺഫിഡൻസ് വിടരുത്, നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഓക്കെയാണ്. ഇതെല്ലാവർക്കും എക്സാംസ് എന്നൊക്കെ പറയുന്നത് ഇത് ഒരിക്കലും എൻഡ് ആവുന്നത് നമുക്ക് ഇതല്ല. നമ്മൾ ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യും, ഇത് പറ്റത്തില്ല, ഡ്രോപ്പ് ചെയ്യും, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നമ്മളിതെന്തായാലും പാസ്സാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഫോക്കസ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്കൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം, അതിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ ടോപ്പിക്സ് നിങ്ങൾക്ക് എങ്ങനെ വേണം എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാവരും നോക്കുക. നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾക്ക് ഉള്ള ഒരു ജസ്റ്റ് യൂസ്ഫുൾ ആണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള റിവ്യൂസോ കമൻസോ ഒക്കെ ഇടുക കേട്ടോ. അപ്പോൾ മാത്രമേ എനിക്കത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട്, എങ്കിൽ പോലും നിങ്ങൾക്കതിൽ കമൻസൊക്കെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എനിവേ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനി ഫർദറായിട്ട് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇനി എനിക്കും ഇതുപോലെ പഠിക്കണമല്ലോ. അപ്പം എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടയ്ക്ക് എനിക്ക് ആരെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ടേ ഇനി വീഡിയോസ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ചോദിക്കാം. നമുക്ക് ഒരാൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഇടുന്നതിനേക്കാളും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലിട്ട് എല്ലാവർക്കും അത് ഒരു അക്സസിബിൾ ആണല്ലോ. അപ്പോൾ അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഒരു കോംപ്രമൈസും വേണ്ട പഠിത്തത്തിൽ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.